തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനിയെ തുടർന്നാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശിശുക്ഷേമ സമിതിയിലെ ഒരു കുട്ടി ഇന്നലെ മരിച്ചിരുന്നു. പരിശോധന നടന്നുവരികയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി പറഞ്ഞു. ശ്വാസതടസ്സവും പനിയൊക്കെ ആയിട്ട് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. യൂറിൻ കൾച്ചർ ചെയ്ത സമയത്താണ് കുഞ്ഞിനൊരു ബാക്ടീരിയ വൈറസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 7-ാം തീയതി വരെ കുഞ്ഞവിടെ തീവ്രപരിചരണ വിഭാഗത്തിലടക്കം കുഞ്ഞ് ചികിത്സയിലായിരുന്നു. 7-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് സമിതിയിലേക്ക് വരികയും സമിതി പ്രത്യേക പരിചരണം ആ കുഞ്ഞിന് പ്രത്യേക കേറ്റൊക്കെ വെച്ചിട്ട് കുഞ്ഞ് കൊടുത്തു. നമുക്ക് അറിയാമല്ലോ, പരിചരണം പ്രത്യേകമായിട്ടുള്ള വിഭാഗം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മീഡിയ മണ്ണൊക്കെ അതിനകത്ത് കണ്ടിട്ട് അപ്പോൾ അവിടെ പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ആ കുഞ്ഞിന് വീണ്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടുവെന്ന് തോന്നിയപ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ബാക്ക് ഹിസ്റ്ററി കൂടെ ഉള്ളതുകൊണ്ടും സ്വാഭാവികം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അപ്പോൾ ശ്വാസതടസ്സമോ മറ്റെന്തെങ്കിലും പ്രയാസം നേരിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇന്നലെയും സ്വാഭാവികം അങ്ങനെ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ഒബ്സർവേഷനിൽ വെച്ചു. ഒബ്സർവേഷനിൽ വെച്ചതിന് ശേഷമാണ് കുഞ്ഞ് പെട്ടെന്ന് നിർത്താതെ കരയുന്നൊരു രീതി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കരച്ച് നിർത്തി. അപ്പം അങ്ങനെയാണ് ഡോക്ടർമാരും നമ്മുടെ കെയർടേക്കേഴ്സ് അടക്കം പറഞ്ഞത്. നേഴ്സ് അടക്കം ഇന്നലെ രാവിലെ കുട്ടിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയതാണ്. വളരെ കരുതലോട് കൂടിയിട്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ സമൂഹം ആകെ വളരെ സുതാര്യമായിട്ടാണ് ശിശുക്ഷേമ സമിതി ഈ കാര്യത്തിൽ ഇടപെടുന്ന പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തൊന്നുമില്ല. ഞങ്ങളും ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ പരിശോധനയും കൃത്യമായ സംഗതി. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ നോക്കുമ്പോൾ പ്രൈമറി തലത്തിൽ അസ്വാഭാവികതയൊന്നും ഇക്കാര്യത്തിൽ സാന്ത്വന സാജു വിശദാംശങ്ങൾ നൽകും. സാന്ത്വന, ഒരു കുഞ്ഞ് മരിച്ചതുകൊണ്ട് തന്നെ ഒരു ഗൗരവതരമായ സാഹചര്യം അവിടെ ഉണ്ട്. ഇതിപ്പോൾ പുതുതായി പനി സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇത് വെറും പനിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറൽ പനികളാണ്? ഏത് പനിയാണെന്നുള്ള കാലത്ത് ഒരു പരിശോധന നടന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഇന്നലെയാണ് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടി മരിച്ചത്. അതിന് പിന്നാലെയാണ് മറ്റ് 6 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നത്. ഈ കുട്ടികളെ ഇന്നലെയോ ഇന്നോ ആയിട്ടല്ല സൈഫുദ്ദീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിലാണ് ഈ 6 കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 6 പേരും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. നിലവിൽ ഇവർക്ക് പനിയും അതുപോലെ തന്നെ മറ്റ് ജലദോഷവും അടക്കമുള്ള അസുഖങ്ങൾ മൂലമാണ് 6 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ കുട്ടികൾ പലരും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 1 മാസം അടക്കമുള്ള കുട്ടികളുണ്ട്. അവിടെ 1 വയസ്സിന് താഴെയുള്ള 44 കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ നിലവിലുള്ളത്. അതിൽ 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവിക നടപടി ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ചെറിയ രീതിയിലാണ് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആശുപത്രിയിലേക്ക് SIT വാറ്റുന്ന രീതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ ഇന്നലെ ഒരു കുട്ടി മരിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്ക ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം അദ്ദേഹത്തോട് അക്കാര്യമാണ് ചോദിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 2 കുട്ടികൾ മരിച്ചു. ആദ്യത്തെ കുട്ടി ഫെബ്രുവരി 28-നാണ് മരിച്ചത്. ആ കുട്ടിയും പനിയായിട്ട് ഇതേപോലെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമായിരുന്നു മരിച്ചത്. ഇന്നലെ ഒരു കുട്ടി മരിക്കുന്നു. ആ കുട്ടിയും കഴിഞ്ഞ കുറെ നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം തിരിച്ച് ശിശുക്ഷേമ സമിതിയിലേക്ക് കൊണ്ടുവന്ന പ്രത്യേക പരിചരണ വിഭാഗത്തിൽ പരിചരിച്ചു വരുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും കുട്ടിക്ക് അസുഖം മൂർച്ഛിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം മരിക്കുകയായിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ ഈ കൊണ്ടുപോയ എല്ലാവർക്കും തന്നെ പനിയും ജലദോഷവുമാണ്. അവരുടെ ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും ഒക്കെ തന്നെയും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ എല്ലാവർക്കും ഒരേ അസുഖമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ബാധ എന്തെങ്കിലും കുട്ടികൾക്ക് ഏറ്റിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനയൊക്കെ തന്നെ നടത്തി വരികയാണ്. നിലവിൽ പ്രാഥമികമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ സമിതിയിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരും വ്യക്തമാക്കുന്നത്. സേഫ്ലി.